ഒരേ യജമാനൻ്റേത് എന്നത് മാത്രമായിരുന്നില്ല കുതിരയും ആടും തമ്മിലുള്ള വലിയ സുഹൃത്ത് ബന്ധത്തിന് പിന്നിലുള്ള രഹസ്യം. അവരുടെ സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അവർ ദിവസേന പരസ്പരം പങ്കുവച്ചിരുന്നു. മിടുക്കനായ കുതിരയാകട്ടെ ഒരുപാട് പന്തയങ്ങളിൽ മത്സരിച്ചും വിജയിച്ചും തൻ്റെ യജമാനന് പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരിക്കൽ വലിയൊരു പന്തയത്തിനായി പരിശീലിക്കവേ കുതിരയ്ക്ക് ഒരു വീഴ്ച പറ്റി. അതിന് എഴുന്നേൽക്കാൻ കഴിയാതായി. കുറേ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം യജമാനൻ പറയുന്നത് ആട് ശ്രദ്ധിച്ചു. ഇത്രയും ചികിത്സിച്ചിട്ടും ഈ കുതിര എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇനി നമുക്ക് പ്രയോജനമില്ല. നാളെ നേരം വെളുക്കും മുമ്പ് ഇത് എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് കൊന്നുകളയാം. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആട് കുതിരയുടെ അടുത്തെത്തി എങ്ങനെയും ഈ രാത്രി നീ എഴുന്നേറ്റ് നിൽക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ കുതിര തൻ്റെ വേദനയുടെ ആ ഒരു ഗാഢത വെളിപ്പെടുത്തി. പക്ഷേ ആട് പറഞ്ഞു, നിന്റെ കാലിൻ്റെ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിന്നെ നഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിൻ്റെ വേദന. അതുകൊണ്ട് നീ എഴുന്നേറ്റ് നിന്നേ മതിയാകൂ. നിരന്തര പ്രചോദനത്തിനൊടുവിൽ അർദ്ധരാത്രിയോടെ കുതിര എഴുന്നേറ്റ് നിന്നു. രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്ന കുതിരയെ കണ്ട യജമാനനും സന്തോഷവാനായി. പരിശീലനം വീണ്ടും ആരംഭിച്ചു. ആ പന്തയത്തിലും കുതിര ഒന്നാമനായി വിജയിച്ചു. ആ സന്തോഷം ആഘോഷിക്കാനായി യജമാനൻ തീരുമാനിച്ചു. തൻ്റെ കൃഷിസ്ഥലത്തുള്ള എല്ലാവർക്കും സദ്യയോടൊപ്പം ആട്ടിറച്ചി കറിയൂടെ വയ്ക്കാം, അതിന് ഈ ആടിനെ കൊല്ലാം എന്നതായിരുന്നു അയാളുടെ തീരുമാനം. വേദനിപ്പിക്കുന്ന ഈ തീരുമാനം കേട്ട കുതിര അന്ന് രാത്രി കൃഷിസ്ഥലത്തിൻ്റെ വാതിൽ ഇടിച്ചു തുറന്നുകൊണ്ട് ആടിനോട് രക്ഷപ്പെട്ടോളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആട് ഓടിമറഞ്ഞു. രാവിലെ ആടിനെ കാണാതെ പരിഭ്രാന്തിയിലായ യജമാനൻ കുതിരപ്പുറത്ത് ചാടിക്കയറി ചാട്ടവാറെടുത്ത് എത്രയും വേഗം ആടിനെ കണ്ടുപിടിക്കാനായി ഓടുവാൻ ആവശ്യപ്പെട്ടു. കുറേ ദൂരം ഓടിയപ്പോൾ അങ്ങകലെ ആടിനെ കാണാൻ തുടങ്ങി. കുതിര അപകടം മണത്തു. വലിയൊരു കിടങ്ങിലേക്ക് അബദ്ധത്തിൽ എന്നോണം അത് എടുത്തു ചാടി. ഈ തവണ കുതിരയുടെ കാല് മാത്രമല്ല യജമാനൻ്റെ കാൽ കൂടി ഒടിയാനിടയായി. അപ്പോൾ കിടങ്ങിന് മുകളിൽ നിന്നുകൊണ്ട് ആട് പറഞ്ഞു, തന്നെ നിരന്തരം സേവിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഒരു വീഴ്ച വരുമ്പോൾ കൈ ഒഴിയാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതല്ല. നന്ദി.